അവരുടെ ഭാഗ്യവശാൽ 2016 മത്സരിച്ച് ജയിച്ച VS, കാരണം 2016 തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്തെ മാധ്യമങ്ങൾക്ക് മുഴുവൻ അറിയാം, VSൻ്റെ തെരഞ്ഞെടുപ്പായിരുന്നു. വാസ്തവത്തിൽ 140 മണ്ഡലങ്ങളിലും VS ആയിരുന്നു സ്ഥാനാർത്ഥി. അങ്ങനെ ജയിച്ച് വന്ന സ്വാഭാവികമായിട്ട് VS മുഖ്യമന്ത്രിയാവുമെന്നാണ് ജനങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ അന്ന് സംസ്ഥാന കമ്മിറ്റി മെമ്പറായിരുന്നു. അപ്പോൾ ഒരു ദിവസം സംസ്ഥാന കമ്മിറ്റി കൂടിയിട്ട് മുഖ്യമന്ത്രിയെ തീരുമാനിച്ച് റിപ്പോർട്ട് ചെയ്യാൻ കൂടുകയാണ്. നമ്മുടെ സീതാറാം യെച്ചൂരിയെ VSനെ വിളിച്ച് AK ശർമ്മയെ വരുത്തിയിട്ട് പറഞ്ഞു, പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിച്ചു, VS അംഗീകരിക്കണമെന്ന് പറഞ്ഞു. VS പറഞ്ഞു, ഞാൻ അംഗീകരിക്കാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ യെച്ചൂരി അത് സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു, വ്യത്യസ്ത അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പ്രകടിപ്പിക്കാനുള്ള അവസരം നൽകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എഴുന്നേറ്റു പറഞ്ഞു, 6 മാസക്കാലം VSന് മുഖ്യമന്ത്രിയാകണം. കാരണം ജനങ്ങളോട് നമ്മൾ കൊടുത്ത വാഗ്ദാനം VSൻ്റെ നേതൃത്വത്തിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. അപ്പോൾ ബംഗാളിൽ പണ്ട് 6 മാസം ജ്യോതിബാസു മുഖ്യമന്ത്രിയായ ശേഷം അദ്ദേഹം ഒഴിഞ്ഞിട്ട് ബുദ്ധദേവിനെ മുഖ്യമന്ത്രിയാക്കിയതുപോലെ കേരളത്തിലും അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ മാത്രമാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ പറഞ്ഞപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല. അന്ന് സംസ്ഥാന കമ്മിറ്റി ഇതിൽ നിന്ന് രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പോഴും ആലോചിക്കാൻ പറ്റുന്നില്ല. കാരണം കമ്മിറ്റി പിരിഞ്ഞ ഉടനെ പറഞ്ഞു, നിൻ്റെ കച്ചവടം പാസ്സായി എന്ന് പറഞ്ഞു. അതുപോലെ സംഭവിക്കുകയും ചെയ്തു. 2018 തൃശ്ശൂരിൽ അതിനുശേഷം പാർട്ടി സമ്മേളനം ചേർന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ സമ്മേളനം ചേർന്നപ്പോൾ പാനൽ തയ്യാറാക്കാൻ കൂടിയ സംസ്ഥാന കമ്മിറ്റിയിൽ കോടിയേരി ബാലകൃഷ്ണൻ സ്വസിദ്ധമായ ചിരിയോടുകൂടി പറഞ്ഞു, ഞങ്ങളൊരു പുതിയ തീരുമാനമെടുത്തിട്ടുണ്ട്, 80 വയസ്സായ ആളുകളെ പാർട്ടി കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കാൻ, സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുകയാണെന്ന് പറഞ്ഞു. എന്നിട്ട് ആദ്യം വായിച്ച പേര് എൻ്റെയാണ്. ഞാൻ 1943 ജൂൺ 12 ജനിച്ച ആളാണ്. അപ്പോൾ എനിക്കന്ന് 74 വയസ്സേ ഉള്ളൂ. അപ്പം ഞാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, സഖാവിന് ജോത്സ്യം അറിയാവുന്ന ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് 74 വയസ്സേ ഉള്ളൂ. ഞാനിപ്പോൾ റെക്കോർഡൊന്നും കാണിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഉടനെ കോടിയേരി പറഞ്ഞു, നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല. ഞാൻ പറഞ്ഞ അങ്ങനെ പറയാൻ പറ്റും? സംസ്ഥാന സമിതിയിൽപ്പെട്ട ആളുകൾ സംസ്ഥാന കമ്മിറ്റി ഏതെങ്കിലും വർക്ക് ഏൽപ്പിച്ചാൽ അത് ചെയ്യുക, അല്ലെങ്കിൽ അതാത് ജില്ലകളിലെ പാർട്ടിയെ സഹായിക്കുക, ഇതാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ജില്ലാ കമ്മിറ്റി ആ ജില്ലാ സമ്മേളനത്തിൽ ഒരു പ്രവർത്തന റിപ്പോർട്ട് ഇറക്കിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ജില്ലാ കമ്മിറ്റിയെ സഹായിച്ച സംസ്ഥാന കമ്മിറ്റി മെമ്പർമാരിൽ എല്ലാം കൊണ്ടും ഏറ്റവും സഹായകരമായ സമീപനം സ്വീകരിച്ചത് പെരുപ്പങ്കോട് മുരളിയാണ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്നാണ് ഞാൻ പ്രവർത്തിച്ചില്ലെന്ന് പറയുന്നത്? അപ്പോൾ കോടിയേരിക്ക് വാക്കുമുട്ടി. അപ്പോൾ പിണറായി ആയിരുന്നു അധ്യക്ഷൻ. അദ്ദേഹം എഴുന്നേറ്റ് പറഞ്ഞു, സഖാവിന് പറയാനുള്ളത് പറഞ്ഞല്ലോ, ഇരിക്കാം. ഞാൻ പറഞ്ഞു, ഇരുത്തുകയൊന്നും വേണ്ട, ഞാൻ ഇരുന്നോളാം. പക്ഷേ ഒരു കാര്യം തുറന്നു പറയണം, നിങ്ങളെ വിമർശിക്കുന്നത് കൊണ്ടും VSനെ പിന്താങ്ങുന്നതുകൊണ്ടും എന്നെ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. മറ്റേ വളച്ചീട്ടൊന്നും വേണ്ട. ഇപ്പോൾ 92 വയസ്സായ ആളുകളെ പാർട്ടി കമ്മിറ്റി നിലനിർത്തുന്നു, 96 വയസ്സായ ആളുകളെ പാർട്ടി കമ്മിറ്റി നിലനിർത്തുന്നു. പേരൊന്നും ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ഏതാണ്ട് 1/2 ഡസനോളം ആളുകൾ 90-ന് മേൽ പ്രായമുള്ളവരാണ്. അവരൊക്കെ ഈ പിന്താങ്ങികളാണ്. ആ പിന്താങ്ങികളെ നിലനിർത്തുകയും എതിർക്കുന്നവരെ വിശേഷിച്ച് VSനോട് അനുകൂലമുള്ള ആളുകളെ ഒഴിവാക്കുകയും ചെയ്യുന്നൊരു സമീപനം സ്വീകരിച്ചു. ഇപ്പോൾ ഉദാഹരണത്തിന് ആലപ്പുഴ CK സദാശിവൻ, അയാൾക്ക് 64 വയസ്സേ ഉള്ളൂ അന്ന്. അയാളെ ഒഴിവാക്കി ഈ 80ൻ്റെ മറവിൽ. അപ്പോൾ അങ്ങനെയാണ് പാർട്ടി ഏകപക്ഷീയമായി സ്വന്തം
പാട്ടുകാരെ മാത്രം നിലനിർത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ഞങ്ങളെപ്പോലുള്ളവരെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി.